ബി.ജെ.പി ഫണ്ട് തട്ടിപ്പിൽ അഞ്ജന രഞ്ജിത്തിനെ വിളിച്ചുവരുത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുൻ ഓഫീസ് സെക്രട്ടറി ഗിരീഷിനെയും വിളിച്ചുവരുത്തി. തട്ടിപ്പിൽ പ്രധാന പങ്ക് സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്തിനാണെന്ന് കണ്ടെത്തിയിരുന്നു. വിജയൻ വായന്തോട് വിശദാംശങ്ങളുമായി. വിജയൻ, എപ്പോഴാണ് സംസ്ഥാന അധ്യക്ഷൻ അഞ്ജന രഞ്ജിത്തിനെ വിളിച്ചുവരുത്തിയത്? അങ്ങനെ ഒരു കേസില്ല, അഞ്ജനയ്ക്ക് പങ്കില്ല എന്നൊക്കെയായിരുന്നു നേതൃത്വം പറഞ്ഞിരുന്നതെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും പരിശോധനകളും നടപടികളും തുടരുന്നു എന്ന് മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും സൈഫുദ്ദീൻ, ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തന്നെ നടപടി ഉണ്ടാകുമെന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചുമതല കൂടിയുള്ള അഞ്ജന രഞ്ജിത്തിനെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീഷിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരൊന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജനയാണ് കൊടി വാങ്ങിയതിൽ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് നടത്തിയത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിനൊരു അന്വേഷണ സമിതിയുമുണ്ട്. അന്വേഷണ സമിതിയിൽ ഉൾപ്പെടെ വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ തട്ടിപ്പൊന്നും നടന്നിട്ടില്ല. ഓഡിറ്റ് രേഖപ്പെടുത്തിയതാണ് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിശദീകരണം. പക്ഷേ അതല്ല, മറിച്ച് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ കോർ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അതിന് ശേഷം എസ് സുരേഷിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട്. എസ് സുരേഷ് നിയമിച്ച ആളുകളാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നുള്ള തരത്തിൽ ഉള്ള വിമർശനം ഉൾപ്പെടെ ഉയർന്നതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് ഈ തട്ടിപ്പിന്റെ ഭാഗമായ ആളുകളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഗിരീഷിനെ ഓഫീസിന്റെ ചുമതലകളിൽ നിന്ന് മാറ്റിയതും. അവരെയാണ് നിലവിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദമായ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. എന്തായാലും തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അക്കാര്യം ഉപ്പ് തിന്നവർ എന്തായാലും വെള്ളം കുടിക്കേണ്ടി വരും. പാർട്ടിയെ എല്ലാ നേതാക്കളും ചേർന്ന് പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് എന്ന കടുത്ത വിമർശനം, കടുത്ത പരിഭവം അത് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർത്തിയിരുന്നു. RSSനും ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടുത്ത നിലപാട് എടുക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളിലേക്ക് തന്നെ അന്വേഷണവും ഒപ്പം തന്നെ നടപടിയും എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, വിജയൻ വായന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.